ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അശ്വതിയുടെ വീടാണ്. പിന്നിൽ നിന്നും അശ്വതിയെ പിടിച്ചിരിക്കുന്ന ജയേഷിനെ തള്ളി മാറ്റാൻ ശ്രമിക്കുകയാണ് അശ്വതി. അതേസമയം ശ്രീകുട്ടിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ശ്രീകുട്ടിയും ജയേഷിനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ശ്രീകുട്ടിയെ തള്ളിയിടുകയാണ് ജയേഷ്. തുടർന്ന് രണ്ടും കൽപ്പിച്ച് അവിടെ കണ്ടൊരു കത്തി വെച്ച് ജയേഷിന്റെ കയ്യിലേക്ക് വെട്ടുകയാണ് അശ്വതി. വേദന കൊണ്ട് തൻ്റെ കൈ അമർത്തി ജയേഷ് പിടിക്കുമ്പോൾ ജയേഷിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് മോളുടെ അടുത്തേക്ക് അശ്വതി ഓടിച്ചെല്ലുന്നു. മോളെ, ഇയാൾ നമ്മളെ കൊല്ലും, മോള് ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കെന്ന് പറഞ്ഞുകൊണ്ട് അശ്വതി ശ്രീകുട്ടിയെ പുറത്തേക്ക് പറഞ്ഞയക്കുന്നു. തുടർന്ന് ഒരു കലമെടുത്ത് ജയേഷിനെ എറിഞ്ഞതിന് ശേഷം അശ്വതിയും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. പിന്നീട് കാണിക്കുന്നത് മോൾക്ക് കുറച്ച് ടോയ്സുമായിട്ട് അശ്വതിയുടെ വീട്ടിലേക്ക് വരുന്ന അരുണിനെയാണ്. അതേസമയം ജയേഷിന് സ്റ്റേഷനിൽ നിന്നും ഒരു ജീപ്പ് വന്ന് കോൺസ്റ്റബിള് പിടിച്ച് ജീപ്പിലേക്ക് കയറ്റുകയായിരുന്നു. എന്ത് പറ്റിയെന്ന് അരുൺ ചോദിക്കുമ്പോൾ കോൺസ്റ്റബിൾ പറയുകയാണ്, SI സാറ് ഇവിടെ ഒരു കേസിൻ്റെ കാര്യവുമായിട്ട് ആ സ്ത്രീയെ ചോദ്യം ചെയ്യാൻ വന്നതാ. അവർ സാറിനെ വെട്ടിയിട്ട് ഓടിക്കളഞ്ഞു. ഇവിടെ ഒരു കുഞ്ഞു മോളുണ്ടായിരുന്നല്ലോ, മോൾ എവിടെയെന്ന് അരുൺ ചോദിക്കുമ്പോൾ ആ കൊച്ചും ഓടിയെന്നാ SI സാറ് പറഞ്ഞതെന്ന് കോൺസ്റ്റബിൾ പറയുന്നു. തുടർന്ന് അവരവിടുന്ന് പോകുമ്പോൾ ടെൻഷനോടെ നിൽക്കുകയാണ് അരുൺ. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ആദിയും അമൃതയുമാണ്. തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആദിയും അമൃതയും. എന്നാലും അശ്വതി ആ ജയേഷിനെ വെട്ടിയെന്ന് പറയുമ്പോൾ എനിക്കിതൊന്നും ഇപ്പോഴും വിശ്വസിക്കാനാകുന്നില്ലെന്ന് അമൃത പറയുമ്പോൾ ആദി പറയുകയാണ്, നമുക്ക് അവരുടെ കാര്യത്തെക്കുറിച്ചൊന്നും സംസാരിക്കണ്ട. അതേസമയം റോഡരികിൽ ഭയത്തോടെ നിൽക്കുകയാണ് ശ്രീകുട്ടി. അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അമൃത ശ്രീകുട്ടിയെ കാണുകയാണ്. തുടർന്ന് ആദിയോട് വണ്ടി സൈഡാക്കാൻ പറയുന്നു. അങ്ങനെ അമൃത പെട്ടെന്ന് തന്നെ മോളുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ശ്രീകുട്ടി മോളല്ലേ, മോൾ എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് അമൃത ചോദിക്കുമ്പോൾ അമ്മയെ തിരക്കി വന്നതാണെന്നും അമ്മ എവിടെയും കണ്ടില്ലെന്നും മോള് പറയുന്നു. മോൾക്ക് എന്നെ മനസ്സിലായോ എന്ന് അമൃത ചോദിക്കുമ്പോൾ അറിയാമെന്നും ശ്യാമേച്ചിയുടെ ഏട്ടത്തിയല്ലേ എന്നും മോള് ചോദിക്കുന്നു. മോൾക്ക് വീട്ടിൽ പോകാൻ പാടില്ലേ എന്ന് ആദ്യം ചോദിക്കുമ്പോൾ അവിടെ ആരുമില്ലെന്നും പോലീസ് കാണും, എനിക്ക് പേടിയാണെന്നും ശ്രീകുട്ടി പറയുന്നു. തുടർന്ന് മോളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ് അമൃത. ആൻറ്റി, എൻ്റെ അമ്മയെ കണ്ടുപിടിച്ച് തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് ശ്രീകുട്ടി കരയുന്നു. എനിക്ക് വേറെ ആരുമില്ല, എൻ്റെ അമ്മയെ കണ്ടെത്തി തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് ശ്രീകുട്ടി കരയുമ്പോൾ ശ്രീകുട്ടിയെ ചേർത്ത് പിടിച്ച് അമൃത ആശ്വസിപ്പിക്കുന്നു. ഇത് കാണുന്ന ആദി പറയുകയാണ്, വല്ലാത്ത കുരിശായിപ്പോയി, ഇതുവഴി വരണ്ടായിരുന്നു. എന്നാലേ ഇതുവഴി വന്നത് ഭാഗ്യമായിട്ടാ ഞാൻ കണക്കാക്കുന്നത്. അതുകൊണ്ടല്ലേ ഈ മോളെ കാണാൻ പറ്റിയത്. അല്ലെങ്കിൽ മോൾ ഈ രാത്രി ഇവിടെ ഒറ്റയ്ക്ക് എന്ത് ചെയ്തേനെ? ശ്രീകുട്ടിയുടെ കാര്യത്തിൽ അങ്ങനെയൊന്നും ചിന്തിക്കാൻ ആദ്യേട്ടന് സാധിക്കില്ലല്ലോ. നമ്മുടെ അരുണിൻ്റെ ചോരയില്ലേ, പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ താനീ പറയുന്നത് എന്ന് ആദ്യം ചോദിക്കുമ്പോൾ അമൃത പറയുകയാണ്, എന്താണെങ്കിലും മോൾ ഒറ്റയ്ക്കാ, ബാക്കി കാര്യങ്ങളെല്ലാം പിന്നീടാകാം. ഈ കുഞ്ഞിനെ നമുക്കാദ്യം വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് അമൃത പറയുമ്പോൾ ആദ്യം പറയുകയാണ്, അതൊന്നും വേണ്ട, നിന്റെ തലക്കെന്താ വട്ടുണ്ടോ? ഒന്നാമതേ അവിടെ ഐശ്വര്യം ഉള്ളതാണ്, വെറുതെ സംശയങ്ങൾക്കൊന്നും ഇട കൊടുക്കണ്ട. ഞാനും ഒരമ്മ തന്നെയാ, നൊന്തുപെറ്റവർക്കേ അതിൻ്റെ വേദന അറിയൂ. ഇനി ആദ്യേട്ടൻ ഇതിൻ്റെ പേരി എന്നെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ മോളെ ഇവിടെ ഒറ്റയ്ക്കാക്കി ഞാൻ വരില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ മോളെ ഇവിടെ തനിച്ചാക്കുകയോ പോലീസിൽ ഏൽപ്പിക്കുകയോ ചെയ്യില്ല. ഞാൻ എന്താണെങ്കിലും ഇവളെ വീട്ടിലേക്ക് കൂട്ടുകയാണ്. അമൃതേ, ഭാവിയിൽ വരാൻ പോകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് ഓർത്താ ഞാൻ വേണ്ടെന്ന് പറയുന്നത്. ആദ്യേട്ടാ, ഞാൻ ഇതുവരെ ഒരു കാര്യത്തിനും ആദ്യേട്ടനോട് നിർബന്ധം പിടിച്ചിട്ടില്ല. പക്ഷേ ഈ മോളുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ മോളെ നമ്മൾ എന്താണെങ്കിലും വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ആദിയും അമൃതയും മോളെയും കൂട്ടിക്കൊണ്ട് ആനന്ദ നിലയത്തിൽ എത്തുകയാണ്. ഇനി ഈ കുട്ടി കാരണം അരുണിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണോ ഉണ്ടാകാൻ പോകുന്നതെന്ന് ആദി മനസ്സിൽ പറയുന്നു. അങ്ങനെ അവർ ആനന്ദ നിലയത്തിൻ്റെ അകത്തേക്ക് കയറാൻ നേരം ആദി പറയുകയാണ്, അമൃതേ, നീയാ ഈ കുട്ടിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്, അതുകൊണ്ട് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വവും നിനക്ക് തന്നെയാണ്. അതേസമയം ശ്രീകുട്ടിയെ കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ഐശ്വര്യ. ഇത് അവളുടെ കുട്ടിയല്ലേ, അശ്വതിയുടെ? ഇത് ആദ്യേട്ടൻ്റെ ഐഡിയ തന്നെയായിരിക്കും. അമൃതേട്ടത്തിയെ എന്തൊക്കെയോ പറഞ്ഞു മയക്കി സ്വന്തം മോളെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. താമസിയാതെ കള്ളക്കാമുകിയും ഇവിടെ തന്നെ എത്തുമെന്നും ഐശ്വര്യ മനസ്സിൽ പറയുന്നു. അതേസമയം വീട്ടിലേക്ക് കയറാൻ മടിച്ചു നിൽക്കുന്ന ശ്രീകുട്ടിയോട് അമൃത പറയുകയാണ്, മോളെ, ഇത് മോളുടെ സ്വന്തം വീടായിട്ട് കണ്ടാൽ മതി, എന്നെ സ്വന്തം അമ്മയെപ്പോലെയും കണ്ടാൽ മതി. ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. അച്ഛനെയും അമ്മയും ഇപ്പം തന്നെ കാണിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ തകരുന്നത് അമൃതേട്ടത്തിലെ ജീവിതമായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഐശ്വര്യ നേരെ വസുന്ധരയുടെ വർമ്മയുടെയും അടുത്തേക്ക് ചെല്ലുകയാണ്. അമ്മേ, നടക്കാൻ പാടില്ലാത്തത് നടന്നെന്ന് വസുന്ധരയോട് ഐശ്വര്യ പറയുകയാണ്. അമൃതേട്ടത്തി ആദ്യേട്ടന്റെ കാമുകിയുടെ മോളെയും കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്, ഒപ്പം ആദ്യേട്ടനുമുണ്ട്. ഇത് കേൾക്കുന്ന വസുന്ധരയും വർമ്മയും ഒരു ഞെട്ടലോടെ നിൽക്കുമ്പോൾ ആദിയും അമൃതയും ശ്രീകുട്ടിയെ കൊണ്ട് അകത്തേക്ക് കയറുകയാണ്. അങ്ങനെ ശ്രീകുട്ടിയെ കണ്ട് രണ്ടുപേരും ഒരു ഞെട്ടലോടെ നിൽക്കുമ്പോൾ അമൃത പറയുകയാണ്, അമ്മ ആദ്യേട്ടനെ വഴക്കു പറയണ്ട, എന്റെ നിർബന്ധം കൊണ്ട് മാത്രമാ ശ്രീകുട്ടിയെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ഇവളുടെ അമ്മ SI ജയേഷുമായി എന്തോ ഒരു പ്രശ്നമുണ്ടായി, മോള് ഒറ്റയ്ക്ക് റോഡിൽ നിൽക്കുന്നത് കണ്ട് കൂട്ടിക്കൊണ്ടു വന്നതാ. അമൃത ഇതിൻ്റെ വരും വരായികളെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ എന്ന്
വർമ്മ ചോദിക്കുമ്പോൾ ആദി പറയുകയാണ്, അച്ഛാ ഞാൻ അമൃതയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞതാ. ഒരു പെൺകുഞ്ഞല്ലേ ഇത്, അതും റോഡരികില് ഒറ്റയ്ക്ക്. എന്തെങ്കിലും സംഭവിച്ചാലോ, അതാ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ഇത് കേൾക്കുന്ന ഐശ്വര്യ പറയുകയാണ്, അതൊന്നും ശരിയാകില്ല. ഇവളെ ഇപ്പൊ തന്നെ എവിടെയെങ്കിലും വേറെ സ്ഥലത്ത് കൊണ്ടാക്കണം. ഇത്ര മനസാക്ഷിയില്ലാതെയാ ഐശ്വര്യ സംസാരിക്കുന്നത്. ഐശ്വര്യയും ഒരു അമ്മയായിരുന്നെങ്കിൽ ഞാൻ എന്തുകൊണ്ടാ ഈ കാര്യം ചെയ്തതെന്ന് മനസ്സിലായേനെ. കുറഞ്ഞ പക്ഷം ഒരമ്മയുടെ മനസ്സെങ്കിലും ഉണ്ടാകണം. പക്ഷേ അമ്മയ്ക്കും അച്ഛനും കാര്യം മനസ്സിലാകും. ഈ മോളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ 3 മക്കളെ വളർത്തിയ അച്ഛനും അമ്മയ്ക്കും മനസ്സിലാകും. ഞാൻ ഈ സന്ദർഭത്തിൽ ഇത് ചെയ്തത് തെറ്റാണെന്ന് അമ്മ പറയട്ടെ. ഇതൊക്കെ അമൃത പറയുമ്പോൾ വസുന്ധര പറയുകയാണ്, അമൃതേ, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല. പക്ഷേ ഈ കുഞ്ഞിനെക്കുറിച്ച് എല്ലാം അറിയുന്ന നീ ഇങ്ങനെ ചെയ്തപ്പോൾ ഈ കുഞ്ഞിനെക്കുറിച്ച് എന്തറിയാമെന്ന അമ്മ ഈ പറയുന്നത്? ഇനിയെങ്കിലും സത്യങ്ങളെല്ലാം അമ്മ തുറന്നു പറയാൻ ഐശ്വര്യ പറയുന്നു. പറ അമ്മേ, ഈ കുഞ്ഞിനെക്കുറിച്ചുള്ള സത്യങ്ങളെല്ലാം പറ. അങ്ങനെയെങ്കിലും അമൃതയുടെ കണ്ണ് തുറക്കട്ടെ. ഐശ്വര്യ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നീ സംസാരിക്കണ്ട. മോള് റൂമിലേക്ക് പോയിക്കോളാൻ വർമ്മ പറയുമ്പോൾ ഐശ്വര്യ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഇതിപ്പോ കൊള്ളാമല്ലോ. വാദി എന്താ, പ്രതിയായോ? ഐശ്വര്യയ്ക്ക് മറുപടിയൊന്നും നൽകാനാകാതെ തല കുനിച്ചു നിൽക്കുന്ന വർമ്മയും വസുന്ധരയും മറ്റുള്ളവരെയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.